വീട്ടിൽ പരിശോധന നടത്താനുള്ള പോലീസ് നീക്കത്തിനെതിരെ മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പൻ. രാത്രി 12 മണിക്ക് മലപ്പുറത്തു നിന്നും പോലീസ് സംഘം എത്തുമെന്ന് അറിയിച്ചത് അസാധാരണ നീക്കമാണ്. കേരള പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസും നിലവിലില്ല എന്നും സിദ്ദീഖ് കാപ്പൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്നലെ രാത്രി സിദ്ദീഖ് കാപ്പൻ വീട്ടിലുണ്ടാകുമോ എന്ന് വേങ്ങര പോലീസ് വിളിച്ചുറപ്പുവരുത്തുകയായിരുന്നു. ഹത്രാസ് സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ UP പോലീസ് കേസെടുത്ത് ജയിലടച്ച മാധ്യമപ്രവർത്തകനാണ് സിദ്ദീഖ് കാപ്പൻ. ഇന്നലെ വൈകുന്നേരം ഒരു 6:20 അടുത്ത സമയത്താണ് 2 പോലീസുകാർ ഇവിടെ വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ രാത്രി 12 മണിക്ക് ശേഷം, വളരെ വ്യക്തമായിട്ട് അവർ പറയണം, 12 മണിക്ക് ശേഷം ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഒരു ടീം വരും, അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടാവില്ലേ എന്നാ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താണ് സംഭവം, എന്തിനാണ് ഈ രാത്രി 12 മണിക്ക് ശേഷം വരേണ്ട ആവശ്യം എന്താണ്, ഞാനിവിടെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ എൻ്റെ നമ്പർ വാങ്ങി ഞാൻ നമ്പർ കൊടുത്തു. അതിൽ നിന്ന് അദ്ദേഹം തിരിച്ച് എൻ്റെ ഫോണിലേക്ക് മിസ് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ നമ്പർ എടുത്തിട്ട് പിന്നെ അത്ര പറഞ്ഞ് അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വക്കീലിന് ഇട്ട് കൊടുത്തു, ദാനിഷ് ഉണ്ട്, മുഹമ്മദ് ദാനിഷ്. അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം ഈ പോലീസുകാരനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അവർ പറയുന്നത് എന്താ വെച്ചാൽ മലപ്പുറത്ത് റൂട്ടീൻ ചെക്കിങ്ങിൻ്റെ ഭാഗമാണ്, 12 മണിക്ക് ശേഷം വീട്ടിലേക്ക് വരും എന്നാണ് പറഞ്ഞത്. ടീമാണ് വരുന്നത്. അപ്പോൾ അതിന് വഴി കാണിച്ചു കൊടുക്കാനാണ് ഈ മലപ്പുറത്തു നിന്നുള്ള ആൾ കൂടെ കൂട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പഴയ കേസുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, വന്നപ്പോൾ ചോദിച്ചു ഞാൻ, ഇത് ED കേസാണോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും ആണോ അല്ലെങ്കിൽ റെയ്ഡാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, നിങ്ങളുടെ പഴയ കേസിൽ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെക്കിംഗ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെക്കിങ്ങിന് രാത്രി 12 മണിക്ക് ശേഷം തന്നെ എന്തിനാണ് വരേണ്ട ആവശ്യം? അപ്പോൾ അതിന് പിന്നിൽ എന്തോ ഒരു നിഗൂഢത ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് മീഡിയ ഫീൽഡിലുള്ള വ്യക്തിയാണ് ഞാൻ. ഞാനിവിടെ എൻ്റെ വീട്ടിൽ തന്നെ രാത്രി 12 മണിക്ക് ശേഷം കിടന്നുറങ്ങുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ആർക്കാണുള്ളത്? ഞാൻ ഒളിവിൽ പോയ ഏതെങ്കിലും ഒരു കേസിൽ പെട്ട് ഒളിവിൽ പോയ ഒരു വ്യക്തിയോ അതിനുശേഷം അറസ്റ്റിലായ ആളോ അല്ല. ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തന ഡ്യൂട്ടി ചെയ്യുന്നതിനിടയിൽ അതായത് ഡിറ്റൻഷനിലാവുകയും അത് പിന്നീട് പല കേസുകളിലായിട്ട് ചാർത്തുകയും ചെയ്ത ആളാണ്. UAPയും ദേശദ്രോഹവും PMLA കേസ് വരെ ഉണ്ട് എൻ്റെ പേരിൽ, മണി ലോണ്ടറിങ് കേസ് വരെയുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങനത്തെ കേസിൽ മാസത്തിൽ 4 തവണ 2 കേസിലായിട്ട് മാസത്തിൽ 4 തവണ കോടതിയിൽ ഹാജരാകുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു കേസിൽ 14 ദിവസം കൂടുമ്പോൾ കോടതിയിൽ ഹാജരാവണം. ഞാനോ എൻ്റെ വക്കീലോ കോടതിയിൽ ഹാജരാകുന്നുണ്ട്. ആ കേസിൻ്റെ അവസ്ഥ തന്നെ ഇപ്പോൾ വിത്ത് പ്രൊസീഡിങ്സ് ഹെൽഡാണ്. ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയോ? പ്രൊസീഡിങ്സ് വിത്ത് ഹെൽഡ്. അത് നിർത്തിവെച്ചിരിക്കുകയാണ് കേസ്, എന്താ പറയുക, സാക്ഷികൾ വരാത്തതിൻ്റെ പേരിൽ. ഈ നിലവിലുള്ള കേസുകളൊന്നും തന്നെ കേരള പോലീസ് അന്വേഷിക്കുന്ന കേസുകളല്ലേ? ഒന്നുമല്ല. പിന്നെ എങ്ങനെയാണ് കേരള പോലീസിൻ്റെ ഇതിലൊരു റോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് അത് ബോധ്യപ്പെടുത്തേണ്ടത്, അത് വ്യക്തമാക്കേണ്ടതും കേരള പോലീസാണ്, അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയാണ്. സുപ്രീം കോടതിയുടെ കണ്ടീഷൻ പ്രകാരം ഒപ്പിടുന്ന നിർദ്ദേശപ്രകാരം 2 വർഷമായിട്ട് എവരി മൺഡേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ടിരുന്നു. അതിൽ എനിക്ക് റിലാക്സ് തരുന്നത് സുപ്രീം കോടതിയാണ്. എനിക്ക് ജാമ്യം തന്നത് സുപ്രീം കോടതിയാണ്, ഏതെങ്കിലും കീഴ്ക്കോടതികളല്ല. കേരളവുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് പോലും അല്ല ഇത്. ഇതിലെന്തിനാണ് ഇങ്ങനത്തെ പുകമറ എന്ന് എനിക്ക് അറിയില്ല, എന്താ സംഭവം എന്ന്. ഇനി എന്നെ ഭയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. ഞാനതാ പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബം, എൻ്റെ ജയിൽ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? എൻ്റെ ഈ പ്രദേശത്തുകാർ കിട്ടിയത് ഞങ്ങൾ നിർഭയരായി എന്നുള്ളതാണ്. എന്തായാലും എന്തിനായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആഗമനം, അതുപോലെ തന്നെ ഇത്തരത്തിലൊരു പുകമറ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമാണ് മാധ്യമപ്രവർത്തന സിദ്ദീഖ് കാപ്പൻ ഈ ഘട്ടത്തിലും വീണ്ടും ചോദിക്കുന്നതും. അതിന് ഉത്തരം പറയേണ്ടതും കേരള പോലീസ് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തോപ്പിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ അലിയുടെ കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ, ഹാത്രസിൽ ബലാത്സംഗ വാർത്ത കേട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ സിദ്ദീഖ് കാപ്പൻ കടന്നുപോയ അനുഭവങ്ങൾ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഒരു ഘട്ടത്തിൽ ഇന്നലെ സിദ്ദീഖ് കാപ്പൻ്റെ ഭാര്യയാണ് ഈ തരത്തിൽ ഒരു ഫോൺ കോൾ വന്ന കാര്യം ഫേസ്ബുക്കിലൂടെ പൊതുസമൂഹത്തെ അറിയിച്ചത്. ഇതിൽ കേരള പോലീസിനെ കുറിച്ചാണ് പറയുന്നത്. കേരള പോലീസിൻ്റെ കോളാണ് വന്നിരിക്കുന്നതിൽ. ഇതിലൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ അഷ്കർ? സ്മൃതി, ഇന്നലെ വൈകുന്നേരം 6:20 സിദ്ദീഖ് കാപ്പൻ പറയുന്നതനുസരിച്ച് 3 പോലീസ് ഉദ്യോഗസ്ഥർ ഈ വേങ്ങരയിലുള്ള ഈ സിദ്ദീഖ് കാപ്പൻ്റെ വീട്ടിലേക്ക് നേരിട്ടെത്തുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരാണ്. അതിൽ ഒരാൾ പോലീസ് ജീപ്പിൽ ഇരിക്കുകയും മറ്റു 2 പേർ ഇത്തരത്തിൽ സിദ്ദീഖ് കാപ്പൻ്റെ വീട്ടിലേക്ക് നടന്നെത്തുകയും ചെയ്യുന്നു. അതിലൊരാളാണ് ഇത്തരത്തിൽ ഇന്ന് രാത്രി 12 മണിയോടെ മലപ്പുറത്തു നിന്നുള്ള ഒരു പോലീസ് സംഘം, ഇല്ലെങ്കിൽ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഒരു ടീം വരുന്നുണ്ട്. ആ ടീം പരിശോധനയ്ക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് രാത്രി ഇവിടെ അവൈലബിൾ ആണോ എന്നറിയാൻ
അറിയാൻ വേണ്ടിയാണ് എത്തുന്നത്. രാത്രി 12 മണിക്കായിരിക്കും, 12 മണിക്ക് ശേഷമായിരിക്കും പരിശോധന അല്ലെങ്കിൽ ചെക്കിംഗ് എന്നുള്ള കാര്യം ഈ സിദ്ദീഖ് കാപ്പനെ അറിയിക്കുന്നതും. സ്വാഭാവികമായും ഈ സിദ്ദീഖ് കാപ്പനും അതുപോലെ തന്നെ കുടുംബമൊക്കെ തന്നെ ആശ്ചര്യപ്പെടുകയും ചെയ്തു. ഏത് കേസിൻ്റെ പേരിലാണെന്നോ അല്ലെങ്കിൽ എന്ത് കേസിൻ്റെ പേരിലാണ് എന്നുള്ളതോ ഒന്നും തന്നെ വ്യക്തമാക്കാൻ ഈ വീട്ടിലേക്ക് എത്തിയ പോലീസ് സംഘം തയ്യാറായതുമില്ല. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണിയോടെ സമയത്ത് എത്തി, പിന്നീട് രാത്രി 12 മണിക്ക് ശേഷം വീട്ടിലെത്തി പരിശോധന നടത്തുമെന്ന് തികച്ചും ദുരൂഹമായ രീതിയിലുള്ള പോലീസിൻ്റെ പെരുമാറ്റവും അതുപോലെ തന്നെ ഈ സമയം പ്രഖ്യാപിക്കലും അതുപോലെ ഒരു രാത്രി 12 മണിക്ക് ശേഷം അർദ്ധരാത്രി പരിശോധന നടത്തുമെന്ന് പറയുന്നതൊക്കെ തന്നെ കുടുംബത്തെ ആശങ്കയിൽ സൃഷ്ടിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ നാട്ടുകാരും അതുപോലെ തന്നെ അയൽവാസികളും വീട്ടുകാരും ഒക്കെ കാത്തിരുന്നെങ്കിലും ഇന്നലെ രാത്രി പിന്നീട് ആ പോലീസ് പരിശോധന ഉണ്ടായതുമില്ല. നേരത്തെ സിദ്ദീഖ് കാപ്പനെതിരെ പല കേസുകൾ ചുമത്തിയിരുന്നെങ്കിൽ പോലും അതിലെല്ലാം തന്നെ സുപ്രീം കോടതി ജാമ്യം നൽകുകയും അതിൽ ഇളവ് നൽകിയും അടിസ്ഥാനത്തിലാണ് പിന്നീട് സിദ്ദീഖ് കാപ്പൻ ഇത്തരത്തിൽ ജയിൽ മോചിതനായി വീട്ടിലേക്ക് എത്തിയത്. പിന്നീട് 2 വർഷക്കാലത്തോളം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി എല്ലാ തിങ്കളാഴ്ചയും ജാമ്യ വ്യവസ്ഥ പ്രകാരം ഒപ്പിട്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് കാപ്പൻ തന്നെ പറയുന്നത് ഇവിടുത്തെ പോലീസുകാർക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ അറിയാം പിന്നീട് എന്തിനാണ് ഈ രാത്രി 12 മണിക്ക് ശേഷം തൻ്റെ വീട്ടിലേക്ക് ഒരു പരിശോധനയ്ക്ക് വരേണ്ട ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യമാണ് സിദ്ദീഖ് കാപ്പൻ ഉയർത്തുന്നത്. പ്രധാനപ്പെട്ട കാര്യം, പോലീസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഔദ്യോഗികമായി ഇതുവരെ ഒരു മറുപടി നൽകാൻ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. അത്തരമൊരു മറുപടി ഔദ്യോഗികമായി പോലീസ് നൽകുന്നുമില്ല. അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആളുകളുടെ വീടുകളിൽ ഏതെങ്കിലും വിധത്തിൽ കേസുകളുള്ള ആളുകളാണെങ്കിൽ അവരെയൊക്കെ പരിശോധന നടത്താറുണ്ട്. ഒരു റൊട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായി മാത്രമുള്ള പരിശോധനയാണ് എന്നുള്ളതാണ് ഈ പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഇന്നലെ രാത്രിയോടെ തന്നെ ഇതുമായി പുറത്തറിയുകയും ഇതൊരു വിവാദത്തിലേക്ക് പോകുന്ന സാഹചര്യം മനസ്സിലാക്കുകയും ചെയ്തതോടെ ആ രാത്രിയിലെ പരിശോധന തന്നെ പോലീസ് പിന്നീട് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വൈകുന്നേരം 6 മണിയോട് വീട്ടിൽ കയറി ചെന്ന് രാത്രി 12 മണിക്ക് ശേഷം പരിശോധന നടത്തുമെന്ന് പറയേണ്ട സാഹചര്യം എന്താണ്? കേരള പോലീസ് ഏത് കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ അർദ്ധരാത്രിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ വീട്ടിൽ കയറി പരിശോധിക്കേണ്ട സാഹചര്യം എന്താണ് എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് സിദ്ദീഖ് കാപ്പനും കുടുംബവും ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. സിദ്ദീഖ് കാപ്പൻ്റെ അഭിഭാഷകൻ ബന്ധപ്പെട്ടപ്പോൾ പോലും പോലീസിന് അത് കൃത്യമായി മറുപടി നൽകാൻ സാധിച്ചിട്ടുമില്ല. ശരി, പോലീസിന്റെ ഈ വിളിയെക്കുറിച്ചുള്ള സർക്കാരിന്റെ നിലപാടാണ് ഇനി അറിയേണ്ടത്.